ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എളിയവനായ എൻ്റെ സ്നേഹവന്ദനം. യേശുക്രിസ്തു നിസ്സാരനായ എന്നിൽ, എളിയവനായ എന്നിൽ ആ ദിവ്യമായ സ്നേഹം, ആ നിത്യസ്നേഹം ലോക ആരംഭത്തിന് മുമ്പേ അവൻ്റെ അനാദി നിർണയപ്രകാരം എന്നിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ആ സ്നേഹം ഈ കാലങ്ങളിൽ എന്നെ കടന്നു പിടിച്ചു. എന്നെ ആ സ്നേഹത്തിൻ്റെ ഒരു ഉപയോക്താവും അതിൻ്റെ പ്രയോക്താവും ആക്കി എന്നെ തീർത്തു. അതിൻ്റെ സുവിശേഷം പറയുവാനും എൻ്റെ കർത്താവ് എന്നെ അവൻ്റെ കൃപയാൽ വിളിച്ച് വേർതിരിച്ചു. ഞാനിപ്പോൾ നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ ആ ദിവ്യ സ്നേഹം അനുഭവിച്ചുകൊണ്ടാണ്. എൻ്റെ യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച ആ തിരുരക്തം കൊടുത്തെന്നെ വിലയ്ക്ക് മേടിച്ച എൻ്റെ പ്രാണപ്രിയൻ എനിക്കൊരു യാഥാർത്ഥ്യമാണ്, എ ലിവിങ് റിയാലിറ്റി. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ വേറെ പ്രാസംഗികനൊന്നുമല്ല, എനിക്ക് വേദശാസ്ത്രമൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നറിയാം, യേശു എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ അതൊരു ശുദ്ധ മനസാക്ഷിയിൽ, ഒരു നല്ല മനസാക്ഷിയിൽ ആ സ്നേഹം സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ് ദൈവം എനിക്ക് തരുന്നതായ ഒരു കാഴ്ചപ്പാട്. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, ഇവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ദൈവസ്നേഹം ഉളവാകുന്നത് ശുദ്ധ ഹൃദയം ഉള്ളവർക്കാണ്, അത് നല്ല മനസാക്ഷിയുള്ളവർക്കാണ്, അത് നിർവ്യാജമായ വിശ്വാസമുള്ളവർക്കാണ്. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്ക് ആ ദിവ്യസ്നേഹം അനുഭവിക്കാൻ, ക്രൂസിലെ സ്നേഹം അനുഭവിക്കാൻ, നിത്യസ്നേഹം അനുഭവിക്കാൻ ദൈവമേ എനിക്കൊരു ശുദ്ധ ഹൃദയം തരണം, എനിക്കൊരു നല്ല മനസാക്ഷി തരണം. കർത്താവേ, എനിക്കൊരു നിർവ്യാജ വിശ്വാസം തരണം. നാം പ്രാർത്ഥിക്കും പ്രിയപ്പെട്ടവരെ. നമുക്ക് സന്തോഷം കിട്ടും, നമുക്ക് സമാധാനം കിട്ടും, നമുക്ക് ആകുലങ്ങൾ മാറും, നമ്മുടെ ഭാരങ്ങൾ നമ്മളെ വിട്ടുപോകും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇതെല്ലാം ഒരു പരിധിവരെ അനുഭവിക്കുവാൻ, ആ തൃപ്പാത്തിലിരുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ സമയങ്ങളേറെ ചെലവഴിക്കുവാനും, എൻ്റെ ഹീനമായ അവസ്ഥ കണ്ട്, എൻ്റെ പാപാവസ്ഥ കണ്ട് കരഞ്ഞ് ആ തൃപ്പാദം കഴുകുവാനും എൻ്റെ ദൈവം ഈ നാളുകൾ എനിക്ക് കൃപ തരുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വേദഭാഗം വായിക്കാം. നമുക്ക് എബ്രായർ ലേഖനം വായിക്കാം, 10-ാം അധ്യായം. എബ്രായർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. ആ സ്വർഗീയ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക്, മഹാപുരോഹിതൻ്റെ സന്നിധിയിലേക്ക്, നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നതായ മഹാപുരോഹിതനായ കർത്താവായ യേശുവിൻ്റെ സന്നിധിയിലേക്ക്, ആ തിരുരക്തം പിതാവാൻ ദൈവത്തെ കാണിച്ച് നമുക്ക് വേണ്ടി അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ മഹാപുരോഹിതൻ്റെ അടുക്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യമുണ്ടാവണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നല്ല മനസാക്ഷി വേണം. ദുർമനസാക്ഷി, എങ്ങനെയാണ് ദുർമനസാക്ഷി ഉണ്ടാകുന്നത്? പ്രിയപ്പെട്ടവരെ, നാം അത് ചിന്തിച്ച കാര്യങ്ങളാണ്. ദൈവവചനം സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്
ദ വില്ലിങ്നെസ് ടു അക്സെപ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, ദ വില്ലിങ്നെസ്, അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി, അത് നല്ല മനസാക്ഷിയാണ് പ്രിയപ്പെട്ടവരെ. അതില്ലെങ്കിൽ വചനം കേൾക്കാൻ താല്പര്യമില്ല, വചനം തള്ളിക്കളയുന്നത് ദുർമനസാക്ഷിയാണ്. നല്ല മനസാക്ഷി വചനം സ്വീകരിക്കുന്ന മനസ്സാണ്. ദ വില്ലിങ്നെസ് ടു അക്സെപ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, ടു ലിസൺ ദ വേർഡ് ഓഫ് ഗോഡ്. മാത്രമല്ല ദ വില്ലിങ്നെസ് ടു ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവ വചനത്തിന് കീഴ്പ്പെടണം, വചനം അനുസരിക്കണം, വചനം വള്ളി മാറാതെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് അനുസരിക്കണം. പ്രിയപ്പെട്ടവർ, അതാണ് നല്ല മനസാക്ഷി. ഹൃദയം സംഗ്രഹിക്കുന്ന മനസ്സാണ് നല്ല മനസാക്ഷി. വചനം കേൾക്കാനുള്ള ആർത്തി പൂണ്ടതായ മനസ്സാണ് നല്ല മനസാക്ഷി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് അനേകരുടെ മനസ്സ് ദുർമനസാക്ഷി. പ്രിയപ്പെട്ടവരെ, വചനത്തെ സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയല്ല, അഥവാ സ്വീകരിച്ചാൽ തന്നെ അത് കോട്ടിമാറ്റി സ്വന്തമായ രീതിയിൽ കൂടെ വ്യാഖ്യാനിച്ചും എല്ലാം അനേകരെ ധരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതായ വലിയ വലിയ കെടുതികൾ നാം ആത്മീയ മണ്ഡലങ്ങളിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മനസാക്ഷി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ കണ്ണീരോടെ കാത്തിരുന്ന് എന്നെ തന്നെ കണ്ട്, എൻ്റെ ബലഹീനത കണ്ട്, എൻ്റെ അഹങ്കാരം കണ്ട്, എൻ്റെ നിസാരത കണ്ട് ദൈവസന്നിധിയിൽ ഞാൻ കരഞ്ഞ് കർത്താവിനോട് പൊന്നുകരങ്ങളിൽ നിന്ന് ആ വചനം സ്വീകരിച്ച് നാം കണ്ണീരോടെ ചോദിച്ച് മേടിച്ച്, കർത്താവേ 3 അപ്പം വായ്പ തരണമേ എന്ന്, 3 അപ്പം വായ്പ തരണമേ. ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, 3 അപ്പം വായ്പ തരണേന്ന് ചോദിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്കില്ല, എൻ്റെ കയ്യിലില്ല കൊടുക്കാൻ, അതുകൊണ്ട് കർത്താവെ 3 അപ്പം വായ്പ തരണം. അങ്ങനെ കർത്താവിൽ നിന്ന് സ്വീകരിച്ച് ആ വചനം അത് ഏത് ആത്മാവിൽ അത് എഴുതിയോ അതേ ആത്മാവിൽ അത് വ്യാഖ്യാനിച്ച് അതിലുള്ളതായ ദൈവസ്നേഹത്തെ വർണ്ണിച്ച് ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ എഴുതി കൊടുക്കുന്നതായ ശുശ്രൂഷ, പ്രിയപ്പെട്ടവരെ, അത് നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഓരോ ക്രിസ്ത്യാനിക്കും അതിനുള്ള ചുമതലയുണ്ട്. ദൈവത്തിന് പ്രസംഗിക്കുന്ന കുറേ പേർക്ക് മാത്രമല്ല, ആർക്കും അത് ചെയ്യാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടെ. ദുർമനസാക്ഷി നീങ്ങണമെങ്കിൽ ഹൃദയത്തിൽ തളിക്കപ്പെടണം. കർത്താവിൻ്റെ രക്തം തളിച്ച് ഹൃദയം ശുദ്ധമാകണം. സ്തോത്രം. ആ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു ശുദ്ധ ഹൃദയം, ഒരു നിർമ്മല ഹൃദയം, പ്രിയപ്പെട്ടവരെ, ആ ശുദ്ധ ഹൃദയം നമുക്ക് പ്രാപിച്ചാൽ മാത്രമേ വചനം നമുക്ക് കൈകാര്യം ചെയ്യുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ശുദ്ധ ഹൃദയം വേണം പ്രിയപ്പെട്ടവരെ. ആ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായിരിക്കണം എന്ന് പറഞ്ഞാൽ വചനം സ്വീകരിച്ച് ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചവരായിരിക്കണം. അതൊരു മാനസാന്തര അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നമുക്ക് പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരാകണം. ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ രക്തം തളിക്കുമ്പോൾ ദുർമനസാക്ഷി നീങ്ങിപ്പോകും. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ, 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് ദുർമനസാക്ഷി എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാവിൽ കൂടെ പരിശുദ്ധ ശുശ്രൂഷക്കാലത്ത് അവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ദുർമനസാക്ഷി? മത്തായി 11:20-24. പിന്നെ അവൻ തന്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായകയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസീനേ നിനക്ക് ഹാ കഷ്ടം, കോരസീനേ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദേ നിനക്ക് ഹാ കഷ്ടം, ബെത്സയിദേ നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിങ്ങളെക്കാൾ സോരിനും സീദോനും സഹിക്കാവതാകും. നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാട്ടിനെ സഹിക്കാവതാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിൻ്റെ അർത്ഥം? ബെത്സയിദയും കോരസീനും കഫർന്നഹൂമും കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കതും നടന്ന സ്ഥലങ്ങളാണത്. കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചപ്പോൾ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ അനേകം വീര്യപ്രവൃത്തികൾ കണ്ടതായ നഗരങ്ങളാണ് ഈ 3. അത് ബെത്സയിദ, കോരസീൻ, കഫർന്നഹൂം. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ, ഉടനീളം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് അവിടെയെല്ലാം ചെയ്ത വീര്യപ്രവൃത്തികൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ കർത്താവ് ഇപ്പോൾ ആ നഗരങ്ങളെ ശാസിക്കുകയാണ്.
ബത്സയിദയും കോരസീനെയും ശാസിക്കുന്നു, കഫർനഹൂമിനെ ശാസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി. ഇത്ര വീര്യപ്രവൃത്തികൾ കണ്ടിട്ടും മാനസാന്തരപ്പെട്ടില്ല. ആ വീര്യപ്രവൃത്തികളുടെ ഉടയവനായ കർത്താവായ യേശു അവരുടെ ഇടയിൽ പരസ്യമായി പ്രകടമായി അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവർ വിശ്വസിച്ചില്ല. അത് ആകയാൽ അവരുടെ അവിശ്വാസത്തെ കർത്താവ് ശാസിക്കുകയാണ്. അവയെ ശാസിച്ചു തുടങ്ങി, മാനസാന്തരപ്പെടുകയാൽ ശാസിച്ചു തുടങ്ങി. വചനം കേട്ടാൽ, വീര്യപ്രവൃത്തികൾ കണ്ടാൽ മാനസാന്തരപ്പെടണം. വചനം കേട്ടാൽ അവിടെ വീര്യപ്രവൃത്തി നടക്കും. പ്രിയപ്പെട്ടവർ, ഏറ്റവും വലിയ വീര്യപ്രവൃത്തി എന്താണ്? പാപിയുടെ മാനസാന്തരമാണ്. എന്നെപ്പോലെയുള്ള അട്ടർമോസ്റ്റ് സിന്നേഴ്സ്, അങ്ങനെയുള്ള പാപികളുടെ മാനസാന്തരമാണ് ഏറ്റവും വലിയ വീര്യപ്രവൃത്തി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അത്ഭുതം അതാണ് പ്രിയപ്പെട്ടവർ. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം കണ്ടിട്ടും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നാം അനേകരിത് കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന ആ വിശുദ്ധ കൂട്ടായ്മയിൽ കൂടെ എത്രയോ വർഷങ്ങളായി ഇതെല്ലാം അനുഭവിക്കുന്നവരും കാണുന്നവരുമാണ്. പക്ഷേ അനുഭവിച്ചോ? പ്രിയപ്പെട്ട ദൈവജനേ, നീ തിരിഞ്ഞു നോക്കണം. ദൈവത്തിന് സ്തോത്രം. നിന്നിൽ ആ വിശ്വാസം അങ്കുരിച്ചുവോ? ഇത് പ്രവർത്തിച്ചതായ കർത്താവായ യേശുവിനെ നീ കണ്ടുവോ? യേശുവിനെ മാത്രം കണ്ടുവോ? യേശുവിൻ്റെ വീര്യപ്രവൃത്തികൾ നീ മനസ്സിലാക്കിയോ? അനേകരുടെ മാനസാന്തരം. എത്രയോ മദ്യപാനികൾ, എത്രയോ പേക്കൂത്തുമായി നടന്ന ആൾക്കാർ, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളായി നടന്നവർ, കുടുംബം കലക്കിക്കൊണ്ടിരുന്നവർ, വേർപിരിയാനായിട്ട് കോടതിയിൽ കേസ് കൊടുത്തതായ ഭാര്യാഭർത്താക്കന്മാർ, ഏതെല്ലാം അത്ഭുതങ്ങൾ. അവരെല്ലാം യോജിക്കുന്നതും അവരുടെ ദുശ്ശീലങ്ങൾ മാറുന്നതും കർത്താവായ യേശു അത്ഭുതങ്ങൾ അവർ പ്രവർത്തിക്കുന്നതെല്ലാം പ്രിയപ്പെട്ടവരെ അനേകം ആയിരക്കണക്കിന് പേരുടെ സാക്ഷ്യങ്ങൾ നാം കേട്ടതാണ്. പ്രിയപ്പെട്ടവരെ, വീര്യപ്രവൃത്തികൾ കണ്ടു, പക്ഷേ മാനസാന്തരപ്പെട്ടില്ലല്ലോ. മോനെ, നീ മാനസാന്തരപ്പെട്ടില്ലല്ലോ. ഇവയെല്ലാം നീ കേട്ടു, നീ അനുഭവിച്ചു, പക്ഷേ നീ മാനസാന്തരപ്പെട്ടില്ലല്ലോ. അവയെ മാനസാന്തരപ്പെടായാൽ കർത്താവിൻ്റെ വീര്യപ്രവർത്തികൾ കേട്ടിട്ടും കണ്ടിട്ടും മാനസാന്തരപ്പെടാത്ത നഗരങ്ങളെ യേശു ശാസിച്ചു. ദൈവത്തിന് സ്തോത്രം. കോരസീനേ, നിനക്ക് ഹാ കഷ്ടം. ബത്സയിദേ, നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സോരും സീദോനും എല്ലാം അനേക ചരിത്രങ്ങൾ വഹിക്കുന്നതായ നഗരങ്ങളാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സോർ എന്ന് പറയുന്നത് എസ്കീയേൽ പ്രവചനം 28-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ സോർ നഗരത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാം. സോർ നഗരം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രിയപ്പെട്ടവരെ, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. എന്താണ് സോറിന്റെ കുറ്റം? സോർ നഗരം, അതിൻ്റെ ഏറ്റവും വലിയ പാപം കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. നീ ദൈവമല്ല, മനുഷ്യൻ മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു. ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് നീ നിഗളിച്ചു, നീ അഹങ്കരിച്ചു. നീ ദൈവഭാവം നടിച്ചതുകൊണ്ട് ദാനിയേലിലും ജ്ഞാനിയല്ലോ. നീ അവിടെ പറയുകയാണ്, നീ ദാനിയേലിലും ജ്ഞാനിയാണെന്നാണല്ലോ നിന്റെ വിചാരം. നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവുമില്ല. എല്ലാ രഹസ്യവും അറിയാവുന്നവനാണെന്ന് നിന്റെ വിചാരം. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. ധനവും സമ്പത്തും എല്ലാം നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടുമാണെന്ന് നീ അഹങ്കരിച്ചു. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിപ്പിച്ചു. നിന്റെ ഹൃദയം ധനനിമിത്തം ഗർവിച്ചുമിരിക്കുന്നു. നിന്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നു. ധനത്തിന്റെ ഗർവം, ധനം നിമിത്തം നിന്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നു, ഗർവിച്ചുമിരിക്കുന്നു. സ്തോത്രം. പിന്നെ അതുകൊണ്ട് തന്നെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ ദൈവഭാവം നടിക്കിയാൽ, നിന്നിൽ വ്യക്തമായ പാപമിരിക്കെ, നിന്നിൽ അഹങ്കാരമിരിക്കെ, നിന്നിൽ അസൂയയിരിക്കെ, നിന്നിൽ വലിയ സ്വയപ്രശംസ ഇരിക്കെ, ദൈവത്തിന് സ്തോത്രം, നിന്നിൽ ദ്രവ്യാഗ്രഹം ഇരിക്കെ, നിന്റെ സ്വത്തിലും നിന്റെ ജ്ഞാനത്തിലും നിന്റെ അറിവിലും നീ ഗർവിച്ച് നിഗളിച്ച് അഹങ്കരിച്ചിരിക്കെ, നീ എന്താണ്? നിന്റെ ഭാവം എന്താണ്? നീ ദൈവഭാവം നടിക്കിയാൽ, ദൈവഭാവം നടിച്ചു. നീ എന്താണ് വിചാരിച്ചത്? ഞാൻ ദൈവത്തെ പോലെയാണെന്ന്, ദൈവത്തിൻ്റെ സ്വഭാവമാണെന്ന്, എന്തോ ദൈവികമായ കുറേ ക്വാളിറ്റീസ് എനിക്ക് ഉണ്ടെന്ന്, കുറേ യോഗ്യതകൾ എനിക്ക് ഉണ്ടെന്ന് ദൈവസന്നിധിയിൽ നീ നിഗളിച്ചു, നീ അഹങ്കരിച്ചു. അതുകൊണ്ട് ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. നിനക്ക് ശിക്ഷാവധി വരുമല്ലോ. ഞാൻ ഉഗ്രജാതിക്കാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും.
അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ നിന്റെ അശുദ്ധമാക്കും. പ്രഭയെ, നിന്റെ ഇപ്പോഴത്തേതായ ലൗകികമായ സകല പ്രകാശങ്ങളും നിന്റെ ശോഭകളും എല്ലാം കെടുത്തിക്കളയും. അവർ നിന്റെ കുഴിയിൽ അവർ ഇറങ്ങുമാറാക്കും. നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. ശത്രുക്കൾ നിന്നെ ആക്രമിക്കും. നീ സമുദ്രമധ്യേ നിഹതന്മാരെ പോലെ നീ മരിക്കും. സമുദ്രമധ്യേ നിഹതന്മാരെ പോലെ മരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വലിയൊരു ഘോരമായ ശിക്ഷാവിധിയാണ്. എന്താണ്? ദൈവഭാവം നടിച്ചു. പാപമിരിക്കെ ദൈവഭാവം നടിച്ചവർ. പ്രിയപ്പെട്ടവരെ, തിരിഞ്ഞു നോക്കണം. ഇതൊന്നും എളുപ്പം വെളിപ്പെട്ട് കിട്ടുന്ന പാപങ്ങളല്ല. പ്രിയപ്പെട്ടവരെ, ഉന്നതന്മാർക്ക് പോലും മനസ്സിലാകണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിലൊരു ഇങ്ങനെയുള്ള പാപങ്ങളെല്ലാം ഇരിക്കെ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു ദൈവഭാവം നടിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ നിന്നെ കാണുന്ന അഗ്നിജ്വാലയ്ക്കടുത്ത കണ്ണ് നിൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുമ്പോൾ, നിൻ്റെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്നവൻ അതെല്ലാം കണ്ട് 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 അവൻ ഇതാ ഹൃദയം വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ദൈവഭാവം അല്ലെങ്കിൽ ആത്മീയ നികളത്തെ ദൈവം ശാസിക്കുകയാണ്. അതാണ് സോർ പ്രഭുവിന് പറ്റിയതായ കുഴപ്പം. സോർ എന്ന നഗരത്തിന് പറ്റിയ കുഴപ്പം. ആത്മീയ നികളത്തിന് ശിക്ഷയുണ്ടെന്ന് അവിടെ കാണുന്നു. എ സ്പിരിച്വൽ പ്രൈഡ്. പ്രിയപ്പെട്ടവരെ, ഏവരും അത് നിങ്ങൾ ശ്രദ്ധ വെച്ച് കേട്ടോളൂ. സ്പിരിച്വൽ പ്രൈഡ് എന്ന് പറയുന്നത് വലിയ താഴ്ചയ്ക്കും വലിയ അധപ്പതനത്തിനും ശത്രുവിൻ്റെ ആക്രമണത്തിനും ഇരയാകുമെന്ന്, കാരണമാകുമെന്ന് നീ വിശ്വസിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇനി നമുക്ക് വായിക്കാം. സീദോനെക്കുറിച്ച് കർത്താവ് എന്താ പറയുന്നത്? നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ എട്ടിലും വെണ്ണീറിലും ഇരുന്നവർ മാനസാന്തരപ്പെട്ടേനെ. പക്ഷേ അവർക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. അതായത് യേശുക്രിസ്തുവിനെ നേരിട്ട് അവർക്ക് കിട്ടിയില്ല. യേശുവിനെ കണ്ടില്ല. യേശുവിൻ്റെ പ്രത്യക്ഷത അവർക്ക് കിട്ടിയില്ല. യേശുക്രിസ്തുവിന് നേരിട്ട് കിട്ടിയതായ ഈ നഗരങ്ങൾ, ഈ കോരസീനും ബെത്സയിദയും അതുപോലെ കഫർനഹൂമും, യേശുവിനെ നേരിട്ട് കിട്ടിയിട്ടും, ജീവൻ്റെ ഉടയവനെ നേരിട്ട് കിട്ടിയിട്ടും, പാപത്തിൻ്റെ പരിഹാരകനെ നേരിട്ട് കിട്ടിയിട്ടും, വീര്യപ്രവർത്തികൾ ചെയ്യുന്ന ദൈവത്തെ നേരിട്ട് കിട്ടിയിട്ടും, അവനെ തൊട്ടും കണ്ടും നടന്നിട്ടും നീ മാനസാന്തരപ്പെട്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. എന്താണ് സീദോനെക്കുറിച്ച്? എസ്കേൽ പ്രവചനം തന്നെ 28-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ നമ്മൾ വായിക്കാം. സീദോന്റെ പാവം എന്തായിരുന്നു? യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സീദോനെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നടുവിൽ എന്നെ തന്നെ മഹത്വീകരിക്കും. എന്നെ തന്നെ നിന്റെ നടുവിൽ മഹത്വീകരിക്കും. ഞാൻ അതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശദീകരിക്കുമ്പോൾ, ഞാനതിൽ ന്യായവിധികളെ നടത്തി എന്നെ തന്നെ വിശദീകരിക്കുമ്പോൾ ഞാൻ യഹോവ എന്നവർ അറിയും. ഞാൻ യഹോവ എന്നവർ അറിയും. ഞാൻ അതിൽ മഹാമാരിയും, അതെ, ഞാൻ വലിയ ശിക്ഷാവിധി അവിടെ വരുത്തും. എന്താണ്? അതിൽ മഹാമാരി വരുത്തും. അതിന്റെ വീതികളിൽ രക്തവുമായിരിക്കും. അവന്റെ വീഥികളിൽ രക്തം ചിന്തും. അനേകര് മരിച്ചു വീഴേണ്ടയാകും. ചുറ്റിലും നിന്ന് അതിന്റെ നേരെ വരുന്ന വാൾ കൊണ്ട്, ചുറ്റിലും നിന്ന് അതിന്റെ നേരെ വരുന്ന വാൾ കൊണ്ട് നിഹതന്മാരായവർ അതിന്റെ നടുവിൽ വീഴും. നിന്നിലുള്ള മക്കളെ അനേകര് വാളുകൊണ്ട് കൊന്ന് അവിടെ വീഴിക്കും. ഞാൻ യഹോവ എന്നവർ അറിയും. അന്ന് ഞാൻ യഹോവ എന്നവർ അറിയും. എന്തായിരുന്നു അവരുടെ പാപം? ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി, ഇസ്രായേൽ ഗ്രഹത്തെ നിന്ദിച്ചവരായി, അവരുടെ ചുറ്റുമുള്ള എല്ലാവരിലും നിന്ന്, അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്ന് കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകയില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്നവർ അറിയും. എന്താണ് ഈ സീദോന്റെ പാപം? ദൈവജനത്തെ നിന്ദിച്ചു. കർത്താവ് വിളിച്ച് വേദനിച്ച്, കർത്താവ് തനിക്കായി വളർത്തിക്കൊണ്ടുവന്ന കർത്താവിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ അവരെ നിന്ദിച്ചു. ഇസ്രായേൽ ജനത്തെ നിന്ദിച്ചു എന്ന പാപമാണ് സീദോൻ എന്ന നഗരത്തിലുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തെ നിന്ദിക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്ര നിസ്സാരരാണെങ്കിലും അവർക്ക് കഴിവില്ലായിരിക്കും. പക്ഷേ ഒരു ദൈവവൈതലിനെ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു ദൈവവൈതലിനെ വേദനിപ്പിക്കുന്നത് നിനക്ക് നല്ലതല്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവരെ ദുഷിക്കുന്നതും പരിഹസിക്കുന്നതും നല്ലതല്ല. ദൈവജനത്തെ ദുഷിക്കുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം, വളരെ സൂക്ഷിക്കണം. അത് നിനക്ക് തന്നെ ദോഷം വരുത്തി കൂട്ടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചുറ്റിൽ നിന്ന് ശത്രുക്കൾ നിന്നെ ആക്രമിച്ച് അവർ വലിയ കൊടിയ ഭീകരമായ ശിക്ഷാവിധികൾ നീ ഏറ്റുവാങ്ങേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും വായിക്കാം. എന്താണ് സോദോമിൻ്റെ പാപം? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 24, 28 വാക്യങ്ങൾ, 24 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ സോദോമിൻ്റെ പാപം എന്താണെന്ന് അറിയാം. നിങ്ങൾ പലർക്കും അത് അറിയാമായിരിക്കും. അത് സെക്ഷുവൽ സിന്നാണ്. സോദോമിൻ്റെ പാപം സെക്ഷുവൽ സിന്നാണ്. ഹോമോസെക്ഷുവാലിറ്റി എന്നൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, വളരെ മ്ലേച്ഛമായ ലൈംഗിക പാപങ്ങൾ കൊടികുത്തി വാണിരുന്ന സ്ഥലമാണ് സോദോം എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം.
യഹോവ സോദോമിൻ്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആകാശത്തുനിന്ന് ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂല നാശം വരുത്തി. അവിടുത്തെ സകല നിവാസികൾക്കും നിലത്തിലെ സസ്യങ്ങൾക്ക് പോലും ദൈവം ഉന്മൂലനാശം വരുത്തി. കാരണം ആകാശത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെയാണ് തീ ഇറങ്ങിയത്. ആകാശത്തിൽ നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി അവിടെ എല്ലാം കത്തിച്ച് ഭസ്മമാക്കി കളഞ്ഞു. പിന്നെ ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. അബ്രഹാം രാവിലെ എഴുന്നേറ്റു താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിനും ഗോമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. ദേശത്തിലെ പുക തീച്ചൂള പോലെ പൊങ്ങുന്നത് കണ്ടു. എന്താണ് കാരണം പ്രിയപ്പെട്ടവരെ? ഇവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തെ നിന്ദിച്ചു, ദൈവദൂതന്മാരെ നിന്ദിച്ചു, അവഹേളിച്ചു. ഇതാ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നതായ 2 ദൈവദൂതന്മാർ, അബ്രഹാമിൻ്റെ സന്നിധിയിൽ നിന്നതായ 2 ദൈവദൂതന്മാർ ലോത്തിൻ്റെ സ്ഥലത്തേക്ക്, ലോത്ത് പാർത്തതായ ആ സോദോം പട്ടണത്തിലേക്ക് ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള ജനത്തിൻ്റെ അതിഭീകരമായ ലൈംഗിക മ്ലേച്ഛത മുഴുവനും ആ ദൈവ പുരുഷന്മാരോട്, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ അവിടെ പെരുമാറാൻ തുടങ്ങുകയാണ്. എന്തുണ്ടായി പ്രിയപ്പെട്ടവരെ? അവരെല്ലാവരും പരസ്പരം കാണാതെ വണ്ണം അന്ധത പ്രാപിച്ച് അവരെല്ലാവരും അവിടെ നശിച്ചു പോകാനിടയായി. തുടർന്ന് ലോത്തിനെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ സ്നേഹം പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിളിച്ചിറക്കി, എത്രയും വേഗം ഈ നാശപട്ടണം വിട്ട് പോയിക്കൊള്ളുക, നിങ്ങൾ ആരും ഈ പ്രദേശത്ത് നിൽക്കരുത്, ഇവിടെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തെ നിന്ദിച്ചവരായ ദൈവദൂതന്മാരെ അവരുടെ മ്ലേച്ഛമായ ലൈംഗിക പാപങ്ങൾ കൊണ്ട് അവിടെ നിന്ദിക്കാൻ ശ്രമിച്ചവരായ ഈ മ്ലേച്ഛമായ കുറ്റം ചെയ്തതായ ജനത്തെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല, ഈ ദേശത്തെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല, സകലതും നശിപ്പിച്ച് കളയാൻ പോവുകയാണ്. ആകാശത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് തീയും ഗന്ധകവും ഇറങ്ങിയത്. പ്രിയപ്പെട്ടവരെ, അവിടെ നശിപ്പിച്ച് കളഞ്ഞു, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി, അവിടെ വീണ്ടും ആ പഴയ ആ താവളത്തിലേക്കും തിരിഞ്ഞു നോക്കി. പ്രിയപ്പെട്ടവരെ, അവൾക്ക് നേടിയതായ സമ്പാദ്യങ്ങളെയൊക്കെ ഒന്ന് കാണാൻ തിരിഞ്ഞു നോക്കി. അവൾ ഉപ്പുതൂണായിപ്പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. പുറകോട്ട് നോക്കരുത്, ദൈവകൽപ്പനയായിരുന്നു, പുറകോട്ട് നോക്കരുത്. പ്രിയപ്പെട്ടവരെ, എത്രയും വേഗം ഈ നാശപട്ടണം വിട്ട് നിങ്ങൾ പോയിക്കൊള്ളുക, എത്രയും വേഗം രക്ഷപ്പെട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്ത കൽപ്പനയാണ് അത്. പ്രിയപ്പെട്ടവരെ, എന്താണ് കാരണം? അവിടെ സെക്ഷൽ അബ്യൂസ് നടന്നു, ലൈംഗികമായ അതിക്രമം നടന്നു. ദൈവത്തിന് സ്തോത്രം. അത് ദൈവദൂതന്മാർ പോലും ദുഃഖിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിക്കണം, നമ്മുടെ മ്ലേച്ഛമായ പാവങ്ങൾ കൊണ്ട്, നമ്മുടെ മ്ലേച്ഛമായ ലൈംഗികമായ വികാരങ്ങൾ കൊണ്ടും ലൈംഗികമായ പ്രവർത്തനങ്ങളിലും പ്രിയപ്പെട്ടവരെ, ദൈവം അനേക പ്രാവശ്യം കരഞ്ഞിട്ടില്ലേ? ദൈവത്തിന് സഹിക്കാവുന്ന കാര്യമല്ല. ദൈവം തന്നിരിക്കുന്നതായ ശരീരം, ഇതിലെ ഓരോ അവയവങ്ങളും ദൈവത്തിൻ്റെ ആലയമാകേണ്ട ശരീരമാണ്, ദൈവം വസിക്കേണ്ട ആലയമാണ്. ഇവിടെ നാം പിശാചിനും തുറന്നു കൊടുത്ത് നമ്മുടെ തോന്നിവാസം, നമ്മുടെ ഇഷ്ടപ്രകാരം ഇത് വേണ്ടാത്ത മ്ലേച്ഛമായ അശുദ്ധിക്കും ലൈംഗികമായ കാര്യങ്ങൾക്കും ഉപയോഗിച്ചു പോയത് പ്രിയപ്പെട്ടവരെ, ദൈവം വേദനിക്കുന്ന കാര്യമാണെന്ന് ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു നല്ല മനസാക്ഷിയുള്ളവരാകുക, ദുർമനസാക്ഷി നീങ്ങണം. പ്രിയപ്പെട്ടവരെ, പാപം ഇരിക്കെ ഞാൻ ദൈവഭാവം നടിച്ചാൽ അത് വലിയ വലിയ ദുർമനസാക്ഷിയുടെ ലക്ഷണമാണ്, വലിയ ശിക്ഷയ്ക്ക് കാരണമാകും. ഇതെല്ലാം വലിയ ശിക്ഷാവിധിക്ക് കാരണമാകും. അത് ബെത്സയിദയ്ക്കും കോരസീനും കഫർനഹൂമിനും എല്ലാം ഉണ്ടായതായ മഹാവിപത്ത് അതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ നേരിട്ട് കിട്ടിയിട്ടും പ്രിയപ്പെട്ടവരെ അവർ മാനസാന്തരപ്പെട്ടില്ല, പാപം വിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ആകയാൽ ഇന്ന് ഈ വചനം നാം കേൾക്കുമ്പോൾ വ്യക്തമായ ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, നീ ക്രൂശിൽ ചൊരിഞ്ഞതായ ദിവ്യമായ രക്തം കൊണ്ട്, വിലയേറിയ രക്തം കൊണ്ട് എന്നെ നീ വിലയ്ക്ക് മേടിച്ചു. കർത്താവേ, ആ ദിവ്യ രക്തത്തെ ഞാൻ ഒരിക്കലും മലിനമാക്കുകയില്ല. ആ രക്തത്താലാണ് എന്നെ നീ വീണ്ടെടുത്തത്, എന്നെ ശുദ്ധീകരിച്ചത്. ഒരിക്കലും ആ രക്തത്തെ ഞാൻ ഇനി മലിനമാക്കുകയില്ല. എൻ്റെ ഈ ശരീരം അശുദ്ധിക്ക് വിട്ടുകൊടുക്കുകയില്ല. ദൈവമേ, ആത്മീയമായ നിഗളം ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ എന്തോ ഏതോ ആരോ ആണെന്നുള്ള ചിന്താഗതി കർത്താവേ ഞാൻ ഉപേക്ഷിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, മനസ്സലിയണമേ. കർത്താവേ, നീ സഹിക്കാത്ത പാപങ്ങളാണല്ലോ. ദൈവമേ, മനസ്സലിയണമേ. ആകയാൽ ഈ നിമിഷം ഞാൻ എന്നെ തന്നെ തൃപ്പാദത്തിലേക്ക് വെക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ട്, കർത്താവായ യേശു ഈ വചനം നമ്മോട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, അവൻ വചനം തരുന്നത് നമ്മെ ശുദ്ധീകരിക്കാനാണ്, നമ്മളെ ശിക്ഷിക്കാനല്ല. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുവാൻ ഈ ഒരു ദിവസം കൂടെ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെല്ലാം മാനസാന്തരപ്പെടുവാൻ ആവശ്യമുണ്ട്, ആർക്കെല്ലാം പാപം വിടാൻ ഉദ്ദേശമുണ്ട്, പ്രിയപ്പെട്ടവർ,
പ്രിയപ്പെട്ടവർ, കർത്താവ് നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അവൻ വചനം തരുന്നത് നമ്മെ ആ പാപങ്ങളെല്ലാം തിരുരക്തത്താൽ കഴുകിത്തരാനാണ്. വിശ്വസിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. കർത്താവിൻ്റെ പാദത്തിൽ മുത്തിക്കൊണ്ട് ആ പൊന്നുപാദത്തിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ പൊന്നുകരം നമ്മുടെ നേരെ ഉയർന്നിരിക്കുമ്പോൾ, തിരുരക്തം പുരണ്ട പൊന്നുകരം ഇപ്പോൾ നമ്മുടെ നേരെ യേശു നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവേ, എൻ്റെ യേശുവേ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച രക്ഷക, എൻ്റെ പാപം മുഴുവൻ ചുമന്നുകൊണ്ട് ക്രൂശിമേൽ അർപ്പിച്ചതായ കർത്താവേ, എൻ്റെ പാപം ചുമന്നുകൊണ്ട് നീ ക്രൂശിമേൽ കയറി നിൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഈ നിമിഷം മനസ്സലിയണമേ. നിൻ്റെ ആണിപ്പാടുള്ള കരം എൻ്റെ ശിരസിൽ ഒന്ന് വെക്കണമേ കർത്താവേ. എൻ്റെ ഈ ശാപങ്ങളൊക്കെ ഒന്ന് മാറ്റി തരണമേ. എൻ്റെ പാപങ്ങൾക്ക് നീ പരിഹാരം വരുത്തി എന്ന് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണമേ കർത്താവേ. ഇപ്പോൾ ആ തിരുരക്തം എന്നെ ഒന്ന് കഴുകണമേ. ഒരു തുള്ളി രക്തം എന്നെ ഒന്ന് കഴുകണമേ കർത്താവേ. എൻ്റെ ഓരോ സിറകളിൽ കൂടി ആ രക്തം ഒഴുകണമേ. എന്നെ നിൻ്റെ മകനാക്കണമേ. എൻ്റെ തിരുരക്തത്താൽ മുദ്രയിടണമേ. സ്വർഗത്തിൻ്റെ അവകാശിയാക്കി ഇപ്പോൾ തന്നെ എന്നെ സ്വീകരിക്കണമേ. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് സമർപ്പിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. സ്തോത്രം.